അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. സ്വലാത്തിൻ്റെ മഹത്വവും സ്വലാത്തിൽ വിശ്വാസമുള്ള ആളുകളെ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാം. ഒരു സാധാരണ ഉസ്താദ്, ഒരു പള്ളിയിലൊരു ഉസ്താദ്, ഒരു ഖത്തീബ്, ആ ഖത്തീബിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വീടുണ്ടാക്കണം എന്നുള്ളത്. അങ്ങനെ ആ മനുഷ്യൻ കയ്യിലുള്ള കാശൊക്കെ ഒരുക്കൂട്ടി വെച്ചിട്ട് ഒരു വീട് നിർമ്മാണം തുടങ്ങി. ഒരു ഉസ്താദ് വന്നിട്ട് കുറ്റിയടിച്ചു, ബായാർത്ഥങ്ങൾ വന്നിട്ട് തറക്കല്ലിട്ടു. അങ്ങനെ വീടിൻ്റെ തറപ്പണിയൊക്കെ തുടങ്ങി. വീട് നിർമ്മാണം കുറച്ചങ്ങണ്ടായി. വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ ഉസ്താദിനെ കൊണ്ട് പറ്റിയില്ല. കാരണം കയ്യിൽ കാശില്ല. ആ ഉസ്താദിൻ്റെ ഒരു ചിരകാല മോഹം വീട് എന്നുള്ളത് വലിയൊരു സ്വപ്നമായിട്ട് അവശേഷിച്ചു. വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു. വീടിൻ്റെ നിർമ്മാണം പാതി വഴി നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും ആ വീട് നിർമ്മാണം ഒന്ന് പൂർത്തീകരിക്കണം എന്നുണ്ട്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി. ആരോടെങ്കിലുമൊക്കെ കടം വാങ്ങി ചോദിച്ചാലും അത്രയും വലിയൊരു തുക, ഒരു വീട് നിർമ്മിക്കാൻ ആവശ്യമായൊരു തുക സംഘടിപ്പിക്കാൻ ഉസ്താദിന് കഴിയില്ല. എവിടെയെങ്കിലും സ്വർണം കൊണ്ടുപോയി പണയം വെക്കാനാണെങ്കിൽ അവരുടെ ഭാര്യയുടെ കയ്യിൽ സ്വർണ്ണമില്ല. വീടെന്നുള്ളത് ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നമാണെന്ന് ഉസ്താദിന് ബോധ്യമായി. ആ സമയത്താണ് ഉസ്താദ് ഒരു സൂഫി ഗുരുവിനെ പരിചയപ്പെടുന്നത്. ഹബീബായ റസൂലുള്ളാഹിനെ വല്ലാതെ സ്നേഹിച്ച് എപ്പോഴും പ്രാർത്ഥനയിലും സ്വലാത്തിലും ഒഴുകിയ ആശിഖ് റസൂലായ ഒരു മനുഷ്യൻ ആ തങ്ങളെ പോയിട്ട് കാണാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ തങ്ങളുടെ അടുത്ത് പോയിട്ട് ഈ മനുഷ്യൻ്റെ വലിയൊരു സങ്കടമായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ ഒരു വീട് നിർമ്മാണമുണ്ട്, ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഭാര്യയും മക്കളും ഒക്കെ വലിയ ദുരിതത്തിലാണ്. സ്വന്തമായിട്ടൊരു വീട്ടിലേക്ക് മാറി താമസിച്ചാൽ വലിയൊരു ആശ്വാസമാകും. പക്ഷേ എൻ്റെ കയ്യിൽ ഞാനൊരു പള്ളിയിലെ ഖത്തീബായിട്ട്, ഒരു ഉസ്താദായിട്ട് ഒരു വീട് നിർമ്മിക്കാൻ ആവശ്യമായ ഒരു തുകയൊന്നും എനിക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല. അങ്ങൊന്ന് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ റസൂലുള്ളാഹിനെ വല്ലാതെ സ്നേഹിക്കുന്ന ആശിഖ് റസൂലായ ആ സൂഫി ഗുരുവിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സങ്കടമായി. മതം പഠിക്കാൻ വേണ്ടി വർഷങ്ങളോളം ചെലവഴിച്ച് ആളുകൾക്ക് മതം പറഞ്ഞു കൊടുക്കുന്ന ഈ ഉസ്താദ്, അള്ളാഹിൻ്റെ റസൂലുള്ളാഹിൻ്റെ കാരുണ്യം പഠിപ്പിക്കുന്ന ഈ ഉസ്താദിന് സ്വന്തമായിട്ട് നല്ലൊരു ഭവനമില്ലാത്തത് എന്തുമാത്രം വേദനയാണെന്ന് തിരിച്ചറിഞ്ഞ ആ സൂഫി ഗുരു പറഞ്ഞു, അതൊക്കെ നിനക്കുള്ളൊരു വീട് അള്ളാഹിൻ്റെ റസൂൽ നോക്കിക്കോളും, നീ ഒരു പേടിയും വേണ്ട എന്ന് പറഞ്ഞു. തങ്ങൾ ഒരു കാര്യം ചോദിച്ചത്, നിങ്ങൾക്ക് കാശ് ചോദിക്കാൻ പറ്റിയ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, റബ്ബേ ആരോടാണ് ഞാൻ എത്ര ചോദിക്കുക? അപ്പോൾ ഈ തങ്ങൾ ചോദിച്ചു, മോനക്ക് എത്ര കാശാണ് വേണ്ടത്? എനിക്കൊരു 2 ലക്ഷമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ വീട് നിർമ്മാണമൊക്കെ പൂർത്തീകരിക്കാൻ കഴിയും. ആയിക്കോട്ടെ, 2 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയില്ലേ? ആരോടെങ്കിലും ചോദിക്കാൻ പറ്റിയ സുഹൃത്തുക്കളുണ്ടോ? ഉണ്ടെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് വായോ എന്ന് പറഞ്ഞു. അത് വന്ന് പറഞ്ഞു, ഞാനൊരു 2 ലക്ഷം ചോദിച്ചാൽ തരാവുന്നൊരു സുഹൃത്തുക്കൾ എനിക്കില്ല, ആരും എൻ്റെ കയ്യിലില്ല. സൂഫി ഗുരു പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു പേടിയും പേടിക്കണ്ട. ഹബീബായ റസൂലുള്ളാഹിയുടെ സ്വലാത്തിൽ വിശ്വാസമല്ലേ? ഹബീബായ റസൂലുള്ളാഹിൽ വിശ്വാസമല്ലേ? ആ കാരുണ്യത്തിൽ നിനക്ക് വിശ്വാസമല്ലേ? നിന്റെ കാര്യം അള്ളാഹിൻ്റെ റസൂൽ നോക്കിക്കോളും. കാരണം അള്ളാഹിൻ്റെ റസൂലുള്ളാഹിൻ്റെ റഹ്മത്ത് പറഞ്ഞു കൊടുക്കാൻ അവകാശമുള്ള, പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥനായ ആളുകളാണ് ഉസ്താദുമാർ. ആ ഉസ്താദുമാർക്ക് നല്ലൊരു വീടുണ്ടാകണമെന്ന് അള്ളാഹിൻ്റെ റസൂലുള്ളാഹി ആഗ്രഹിക്കില്ലേ? അതുകൊണ്ട് ഒരു പേടിയും പേടിക്കണ്ട, നിങ്ങൾക്ക് വേണ്ട 2 ലക്ഷം കിട്ടിക്കോളെന്ന് പറഞ്ഞിട്ട് ആശീർവാദത്തോടെ ഈ ഒരു സൂഫി ഗുരു പറഞ്ഞയച്ചു. അങ്ങനെ അദ്ദേഹം വീട്ടിൽ പോയിട്ട് ഭാര്യയോട് വിഷയങ്ങളൊക്കെ പറഞ്ഞു. ഭാര്യയ്ക്ക് ഭയങ്കര അത്ഭുതം, അതൊക്കെ സംഭവിക്കുമോ? 2 ദിവസങ്ങളെ കഴിഞ്ഞുള്ളൂ. ഈ മനുഷ്യൻ മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥലത്തുള്ള ഒരാൾ മരണപ്പെട്ടപ്പോൾ ഇയാൾ അവിടെ ദുആ ചെയ്യാൻ പോയി. അങ്ങനെയാണ് ഉസ്താദുമാർ. മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥലമാണെങ്കിലും അവിടെ ആരെങ്കിലും മരണപ്പെട്ട് പരിചയമുള്ളവരാണെങ്കിൽ ആ വീട്ടിൽ ചെല്ലുക, പ്രാർത്ഥിക്കുക. ഇങ്ങനെയൊരു നല്ല കാര്യം ഉസ്താദുമാർ പൊതുവെ ചെയ്യലുണ്ട്. അവിടെ ദുആ ചെയ്ത് വരുമ്പോൾ ആ ഒരു വീട്ടിലെ ഗൃഹനാഥൻ, മരിച്ചുപോയ ആളുടെ മകൻ വലിയ കോടീശ്വരനാണ്. ഇദ്ദേഹത്തിന് ഉസ്താദിനെ കൈപിടിച്ചിട്ട് പറഞ്ഞു, അങ്ങയുടെ ഈ പ്രാർത്ഥന എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ആശ്വാസം തോന്നിയിട്ടുണ്ട് ഉസ്താദ്. എനിക്ക് നിങ്ങളെ വലിയൊരു ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ മുഖത്ത് എന്തൊക്കെയോ ദുഃഖങ്ങളുണ്ടല്ലോ, പ്രശ്നങ്ങളുണ്ടല്ലോ. ഉസ്താദ് പറഞ്ഞു, എൻ്റെ മുഖത്ത് അങ്ങനെ ദുഃഖങ്ങളില്ല, പ്രയാസം എല്ലാം എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞോളൂ. ആ മനുഷ്യന് ഒരു പരിചയവും ഇല്ലാത്ത ആ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വന്ന് പറയാൻ. അപ്പോൾ ഈ ഉസ്താദ് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു വീടിൻ്റെ കാര്യത്തിൽ വലിയ സങ്കടത്തിലാണ്. വർഷങ്ങളായിട്ട് വീട് പണി തുടങ്ങിയിട്ട് അവിടെ നിൽക്കുകയാണ്. അന്ന് വൈകുന്നേരം ആ മനുഷ്യൻ ഇയാൾ അക്കൗണ്ടിലേക്ക് 2 ലക്ഷം രൂപ അയച്ചു കൊടുക്കാൻ. ഈ മനുഷ്യൻ വന്ന് സൂഫി ഗുരുവിനോട് വന്ന് പറഞ്ഞത് 2 ലക്ഷം രൂപയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ വീട് നിർമ്മാണം പൂർത്തിയാകുമെന്നുള്ളതാണ്. ആ 2 ലക്ഷം രൂപ ഈ ഒരു ഉസ്താദിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കാൻ. അയാൾ ആ ഒരു ബാങ്ക് ഡീറ്റെയിൽസുമായിട്ടാണ് ഈ സൂഫി ഗുരുവിനെ കാണാൻ വന്നത്. സന്തോഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. നോക്ക്, റസൂലുള്ളാഹിയിൽ വിശ്വാസത്തോടെ, റസൂലുള്ളാഹി അതിരിട്ട സ്നേഹത്തോടെ സ്വലാത്ത് ചൊല്ലിയപ്പോൾ ഇത് സ്വലാത്തിൻ്റെ മഹത്വമാണ്. ആ മനുഷ്യനിക്ക് ആവശ്യമായൊരു തുക അള്ളാഹിൻ്റെ റസൂൽ ആ മനുഷ്യനെ കൊണ്ട് കൊടുപ്പിച്ചതാണ്. ഒരു പരിചയവും ഇല്ലാത്ത ഒരാൾ വന്നിട്ട് 2 ലക്ഷം രൂപ, എത്ര തുക വേണമെന്ന് ആ മനുഷ്യനോട് പറഞ്ഞിട്ടില്ല. എനിക്ക് 2 ലക്ഷം വേണമെന്നോ, എൻ്റെ ഒരു വീട് നിർമ്മാണമുണ്ട്, വീട് നിർമ്മാണത്തിന് കുറച്ച് കാശിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂല് തീരുമാനിക്കാണ് 2 ലക്ഷം കൊടുക്കണം. ആ മനുഷ്യനോട് അത് കൊടുപ്പിക്കാൻ ആ സന്തോഷമായിട്ട് സൂഫി ഗുരുവിൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു, ഇനി വേഗത്തിൽ വീട് നിർമ്മാണം പൂർത്തീകരിച്ച് ഹൗസ് വാമിങ്ങിനുള്ള റെഡി ആയിക്കോളും.
അങ്ങനെ ഹൗസ് വാമിങ്ങിന് ഈ ഒരു സൂഫി ഗുരു എന്നൊരു ദിവസവും പ്രഖ്യാപിച്ചു, ഇന്ന ദിവസം. ആ ഹൗസ് വാമിങ്ങിൻ്റെ ദിവസങ്ങൾ വന്നപ്പോൾ ഈ ഉസ്താദിന് ഭയങ്കര സങ്കടമായ, കാരണം ആ കിട്ടിയ തുക കൊണ്ട് വീട് നിർമ്മാണം മുഴുവനായിട്ട് പൂർത്തീകരിക്കില്ല. കോണിയുടെ നമ്മുടെ ഈ സ്റ്റെയർ കേസൊക്കെ ഉള്ള ആ ഒരു കോണിയുടെ മുകളിലുള്ള വാർപ്പിനൊന്നും പൂർത്തീകരിക്കാൻ കഴിയില്ല, ജനലിൻ്റെ പാളികൾ വെക്കാൻ പറ്റൂല, വാതിൽ വെക്കാനുണ്ട്, ഇതിനൊന്നും കാശ് തികയില്ല. എങ്ങനെ ഇനി ആ സൂഫി ഗുരുവിനോട് ചെന്ന് പറയുക, ഇനിയും പണം ആവശ്യമുണ്ട്. അങ്ങനെ വീട്ടുകാരൊരു കാര്യം തീരുമാനിച്ചു, തൽക്കാലം അവിടെയൊക്കെ വല്ല ശീലകൾ കൊണ്ടോ അല്ലെങ്കിൽ ടാർപോളി കൊണ്ടൊക്കെ മറച്ചിട്ട് ആ സൂഫി ഗുരു പറഞ്ഞ ദിവസം ഹൗസ് വാമിങ് നടത്താം, അതിനൊരു മുടക്കം വേണ്ടെന്നായിരുന്നു ആ ഉസ്താദിൻ്റെ വാപ്പയുടെ ഒരു തീരുമാനം. സൂഫി ഗുരുവിൻ്റെ അടുത്ത് വന്ന് ഉസ്താദ് പറയാൻ ഹൗസ് വാമിങ്ങിന് റെഡിയായി, പക്ഷെ ഒരു പ്രയാസമുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു 2 ലക്ഷം രൂപ കൂടി കിട്ടിക്കഴിഞ്ഞാലേ വാതിലും ജനലും അതേപോലെ കോണി റൂമിൻ്റെ വാർപ്പും എല്ലാം കൂടി ആവുള്ളൂ. ഒരു 2 ലക്ഷം കൂടി കിട്ടാനുണ്ട്, ഞാനത് എങ്ങനെയാണെന്ന് പറയാമെന്ന് കരുതിയിട്ട് ഞാനത് പ്രയാസത്തിലാണെന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ ചോദിച്ചു, എൻ്റെ പൊന്നു മോനെ, നീ നേരത്തെ 2 ലക്ഷം പറഞ്ഞത് കൊണ്ടല്ലേ അള്ളാഹിൻ്റെ ഹബീബായ റസൂൽ നിനക്ക് തന്നത്, അപ്പം തന്നെ പറയാറുന്നില്ലേ മോനെ, ഒരു കാര്യം പേടിക്കേണ്ട, സ്വലാത്തുകൾ പതിവാക്കുക. അള്ളാഹിൻ്റെ ഹബീബായ റസൂലുള്ളാഹിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, ആ കാരുണ്യത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ എല്ലാ പ്രയാസങ്ങളും ഹബീബായ റസൂലുള്ള മാറ്റിത്തരും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ റസൂലുള്ള നമ്മുടെ മനസ്സിലുണ്ടാവണം, സ്വലാത്ത് എപ്പോഴും ഉണ്ടാകണം. അതാ സൂഫി ഗുരുവിൻ്റെ സത്യമുള്ള വിശ്വാസമുള്ളൊരു നാവിൽ നിന്ന് കിട്ടുന്നൊരു വലിയൊരു അനുഗ്രഹമുള്ളൊരു വാക്കാണ്. അങ്ങനെ ഈ മനുഷ്യൻ പോയി. ഈ മനുഷ്യൻ പിന്നെ ആ ഒരു മുമ്പ് കാശ് തന്ന ആൾ ഒരു പരിചയവും പിന്നെ ഉണ്ടായിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അന്ന് രാത്രി വീണ്ടും അതേ മനുഷ്യനിൽ നിന്ന് 2 ലക്ഷം രൂപ വീണ്ടും ഈ മനുഷ്യൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരികയാണ്. ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വീണ്ടും 2 ലക്ഷം. ഒരൊറ്റ ഒരാൾ 4 ലക്ഷം രൂപയാണ് ഇയാൾക്ക് കൊടുത്തത്. ആ മനുഷ്യൻ സന്തോഷത്തോടെ തൻ്റെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് മൊബൈലിൽ വന്ന് കാണിക്കാണെന്താ, തങ്ങളെ ഞാൻ ആഗ്രഹിച്ചതുപോലെ 2 ലക്ഷം രൂപ കൂടി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. സ്വലാത്ത് പതിവാക്കുക. സ്വലാത്തിൽ വിശ്വാസമുള്ള ഒരാൾക്ക് അള്ളാഹിൻ്റെ റസൂലുള്ള ഒരു വീടുണ്ടാക്കാൻ വേണ്ടി കാശ് കൊടുക്കാമെന്ന് വിശ്വസിക്കും. ഇത് ഞാൻ ഈ മനുഷ്യനെ കണ്ട ഒരാളാണ്, ഈ ഉസ്താദിനെ ഞാൻ കണ്ട ഒരാളാണ്, ഈ സൂഫി ഗുരുവിനെ ഞാൻ കണ്ട ഒരാളാണ്. ആ മനുഷ്യൻ്റെ ഉള്ളിൽ സ്വലാത്തിനോടുള്ള അടങ്ങാത്ത പ്രണയം കൊണ്ട് സംഭവിച്ച അത്ഭുതം ഇത് ഞാൻ നേരിട്ടറിഞ്ഞ, എനിക്ക് നേരിട്ട് ബോധ്യമുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് എവിടെന്നെങ്കിലും കേട്ട കഥയോ അല്ലെ ഏതെങ്കിലും കിതാബിലുള്ള കഥകളോ അല്ല, എനിക്ക് നേരിട്ട് ബോധ്യമുള്ള അനുഭവമുള്ളൊരു കാര്യം. ഹബീബായ റസൂലുള്ളാഹിന്റെ ഇഷ്ടത്തോടു കൂടി നിങ്ങൾ സ്വലാത്ത് പതിവാക്കുന്ന ഒരാളാണോ, ആ കണ്ണീരൊപ്പുന്ന അനുഭവങ്ങളുണ്ട്. ഒരു ഉസ്താദിനെ എനിക്കറിയാം, ആ ഉസ്താദ് പാവം നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മുദർരിസാണ്. ഒരു ദിവസം ഒരു 8 കുട്ടികൾ ആ ഉസ്താദ് ദർസിലേക്ക് വിരുന്ന് വന്നു. വിവിധ പരീക്ഷകൾ എഴുതാൻ വേണ്ടിയിട്ട് വന്നിട്ട് തൽക്കാലം റൂമൊന്നും എടുക്കണ്ട, ഉസ്താദ് പറഞ്ഞ് പള്ളിയിൽ താമസിച്ചോളൂ, ഫുഡൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾ മുതഅല്ലിമീങ്ങൾ ആ ദർസിലേക്ക് താമസിക്കാൻ വന്നതാണ്. ഈ 8 കുട്ടികൾക്ക് രാത്രിയിൽ ഫുഡ് വേണം, ഉച്ചയ്ക്ക് ഫുഡ് വേണം. കമ്മിറ്റിക്കാർ പറഞ്ഞപ്പോൾ കമ്മിറ്റിക്കാർ പറഞ്ഞു അങ്ങനെ ഫുഡൊന്നും കൊടുക്കാൻ പറ്റൂല, പള്ളിയിൽ താമസിച്ചോട്ടെ, തൽക്കാലം നിങ്ങളുടെ റിസ്കിൽ ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിച്ചു കൊടുത്താലെന്നൊരു മറുപടിയാണ് കമ്മിറ്റിക്കാർ കൊടുത്തത്. അത് ഉസ്താദിന് വലിയ സങ്കടമായി. അങ്ങനെ പള്ളിയിൽ വന്ന മറ്റൊരാളോട് ഈ സങ്കടങ്ങൾ പറഞ്ഞ് ഈ 8 മുതഅല്ലിമീങ്ങൾക്ക് തൽക്കാലം ഫുഡ് 2 ദിവസത്തിലേക്കുള്ള ഫുഡാണ് വേണ്ടത്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു ഒരു പേടിയും പേടിക്കണം, നമുക്ക് റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചു വീട്ടിൽ. അദ്ദേഹം അത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. എന്ന് പറഞ്ഞിട്ട് ഈ പള്ളിയുടെ കമ്മിറ്റിക്കാർ വേറെ ഗ്രൂപ്പുകാരാണ്, ആ ഗ്രൂപ്പിലുള്ള ആളുകൾ ആ ദർസിലേക്ക് വന്ന മുതഅല്ലിമീങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ തയ്യാറായില്ല, ഞങ്ങളുടെ ഗ്രൂപ്പുകാരാണ് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു ഫിത്തന ഉണ്ടാക്കാൻ വേണ്ടത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. വിഷയം കയ്യിൽ നിന്ന് പോയി. ഈ ഉസ്താദ് കമ്മിറ്റിക്കാരെ ഇൻസൾട്ട് ചെയ്തത് ഉസ്താദിൻ്റെ അറിവോടെ കൂടിയിട്ടാണ് എന്നുള്ളൊരു രീതിയിലേക്ക് അത് വന്നു. ഉസ്താദ് നിസ്സഹായനാട്ടോ. അങ്ങനെ ഉസ്താദിനൊരു ദിവസം കമ്മിറ്റിക്കാർ പറഞ്ഞു വേഗം കൊടുത്ത് വിട്ടോളൂ, നിങ്ങൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാണ്. ഈ ഒരു ഉസ്താദ് ജോലി പോയ ഉസ്താദ് കണ്ണീരോടുകൂടി വന്നത് ഈ സൂഫി ഗുരുവിൻ്റെ അടുത്തേക്കാണ്. അദ്ദേഹത്തോട് ഒന്ന് സങ്കടം പറഞ്ഞു, എൻ്റെ ജോലി പോയി, ഒരു മാർഗവും ഇല്ല. അല്ലാഹുവിൻ്റെ റസൂലുള്ളാഹിനോട് ഇഷ്ടം വെക്കുന്ന ആ ഒരു സൂഫി ഗുരു പറഞ്ഞു ഒരു കാര്യം പഠിക്കണം, നിങ്ങൾ ജോലി പോയെങ്കിൽ അതിനേക്കാൾ നല്ല ജോലി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ആശ്വസിച്ചു. ഗൾഫിൽ അബുദാബിയിൽ നിങ്ങൾക്ക് ഔഖാഫിൻ്റെ കീഴിൽ ജോലി കിട്ടും, അത് മതിയോ എന്ന് വെച്ചു. ഈ മനുഷ്യൻ അന്തം വിട്ടുപോയി, ഇയാൾക്ക് പാസ്പോർട്ട് പോലും ഇല്ലാത്ത ഈ മനുഷ്യൻക്ക് ഔഖാഫിൽ ജോലി കിട്ടും. ഔഖാഫിൽ ജോലി കിട്ടണമെങ്കിൽ ഒരുപാട് ജുസുകൾ ഹിഫ്ദ് ആവണം. ഈ മനുഷ്യർക്ക് ചെറിയ ചെറിയ സൂറത്തുകളല്ലാതെ ഹിഫ്ദില്ല. ഈ മനുഷ്യൻ്റെ പാസ്പോർട്ടുകളൊക്കെ വേഗത്തിൽ റെഡിയാക്കി, അതൊക്കെ വേഗത്തിൽ ഒരു കാലതാമസവും ഇല്ലാതെ കിട്ടാവുന്ന രീതിയിൽ വേഗത്തിൽ കിട്ടി. അങ്ങനെ ഔഖാഫിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടാവുമല്ലോ, ഈ മനുഷ്യൻക്ക് ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ അപേക്ഷ കൊടുക്കുന്നു. ഈ അദ്ദേഹത്തിന് ഔഖാഫിൽ അബുദാബിയിൽ ജോലി കിട്ടുന്നു. ഹബീബായ റസൂലുള്ളാഹിനെ ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാനുള്ള കഴിവ് ഈ സ്വലാത്തുകൾക്കുണ്ട്. സ്വലാത്ത് പതിവാക്കിയ മഹാന്മാരുടെ നാവിൽ നിന്ന് വരുന്നൊരു വാക്കിന് പോലും വല്ലാത്തൊരു ബർക്കത്തുണ്ട്. ആ മനുഷ്യനെ ഞാൻ നേരിൽ കണ്ടതാണ്. ഈ പറയുന്ന അബൂദാബിയിലെ ഉസ്താദിനെ നേരിൽ കണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് സ്വലാത്ത് നമ്മൾ പതിവാക്കുക.
ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ആരാണ് എന്നുള്ളതാണ്. അതിന് ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.